പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. പട്ടി കഴിവേറടാ മോളെ. ഒരു പോർഷൻ ഉണ്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു നമ്മുടെ നോവലിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. അതെ, ഞാനിപ്പോ നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നുകൊണ്ട് മാത്രമല്ല ഇത് കക്കൂസിനെക്കാട്ടി കഷ്ടമാണ്. ആട് ജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത്. അത്രത്തോളം വിഷമാണ് ഈ മുടിഞ്ഞവൾ എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക. ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഈ വൃത്തികെട്ടവള് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളും. ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. ഒരു നാണോ മാനിലല്ലോ ഇങ്ങനെ വിളിച്ചു പറയാം. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. എന്തൊരു വൃത്തിയായിട്ട സ്ത്രീയാണ് ഇതൊക്കെ, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവൻ ഞാൻ ഇതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ? ഇതുപോലത്തെ ചില മറ്റവളുമാരുണ്ടല്ലോ, ഇവക്ക് നല്ല മറുപടി കൊടുക്കണം. ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ കഥയാണ്. അതിന്റെ മുമ്പിലാണോ നമ്മൾ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത്? എന്റെ മക്കളെ പോലെ ആടിനെ കണ്ടിട്ട് എന്റെ മക്കളതെല്ലാം ആടില്ല. ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഒരു ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളത് ചെയ്യാൻ പറ്റുമോ? അത് നോവലിന് വേണ്ടിയാണ് പുള്ളി എഴുതിയത്. അല്ലാതെ അങ്ങനെ നമ്മളൊരു സംഭവം ഉണ്ടാവും. നജീബക്ക, താങ്ക് യു ഫോർ ലിവിംഗ് ദ ലൈഫ് യു ലിവ്ഡ്. 3.5 വർഷം അയാൾ അനുഭവിച്ചിട്ടുള്ള യാതനകൾ ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ആ പുസ്തകം വായിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം അദ്ദേഹം അവിടെ അനുഭവിച്ചിട്ടുള്ള യാതനകൾ എന്താണ് എന്നുള്ളത്. ഭൂസം കളിച്ച് ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു രംഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചെന്ന്